നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ചൂട് കുറഞ്ഞ പശ്ചാത്തലത്തിൽ പൊതുസ്ഥലങ്ങളിൽ തിരക്ക് കൂടിയതോടെ സുരക്ഷാ നിർദ്ദേശങ്ങൾ കർശനമാക്കി അധികൃതർ. യുഎഇയിൽ കോവിഡ് കേസുകളുടെ എണ്ണം കൂടി വരുന്നതിനാലാണ് കരുതലും കൂട്ടിയത്. തണുത്ത കാലാവസ്ഥയായതിനാൽ പാർക്കിലും ബീച്ചിലും മരുഭൂമിയിലും സായാഹ്നം ചെലവഴിക്കാൻ എത്തുന്നവരുടെ എണ്ണം കൂടി വരികയാണ്. വാരാന്ത്യങ്ങളിൽ കുടുംബസമേതം പുറത്തിറങ്ങുന്നവരുടെ എണ്ണവും കൂടി. 8 മാസമായി വീടിനകത്തിരുന്ന സ്വദേശികളും വിദേശികളും നിയന്ത്രണങ്ങളിൽ കാലാവസ്ഥ അനുകൂലമായതോടെയാണ് കൂടുതലായി പുറത്തിറങ്ങിയത്. വാരാന്ത്യങ്ങളിൽ മരുഭൂമിയിൽ തമ്പടിച്ച് തങ്ങുന്നവരും ഏറെയാണ്. കുടുംബാംഗങ്ങൾ പാർക്കിലോ ബീച്ചിലോ മരുഭൂമിയിലോ തമ്പടിക്കുന്നതിന് തടയുന്നില്ലെങ്കിലും ഒട്ടേറെ പേർ കൂട്ടം ചേരുന്നത് അനുവദനീയമല്ല. വിവാഹത്തിനും മരണത്തിനും 10 പേരിൽ കൂടാൻ പാടില്ല എന്നാണ് നിയമം. പൊതുസ്ഥലത്ത് 10 പേരിൽ കൂടുതൽ ഒത്തുകൂടിയാലും നിയമ നടപടി ഉണ്ടാകും. വീടിന് അകത്താണെങ്കിലും പുറത്താണെങ്കിലും കൂട്ടം ചേരുന്നതിന് വിലക്കുകളുണ്ട്. പുറത്തു പോകുന്നവർ വായും മൂക്കും മറയത്തക്ക വിധമുള്ള മാസ്ക് ധരിക്കണം. കേടായാൽ ധരിക്കാനായി അധിക മാസ്കും കരുതണം. ഗ്ലൗസ് ഇടുന്നതാണ് അഭികാമ്യം. ഉപയോഗശേഷം പ്രത്യേക കവറിലാക്കി അടച്ച് മാലിന്യ തൊട്ടിയിൽ നിക്ഷേപിക്കണം. സാനിറ്റൈസർ കൊണ്ടോ സോപ്പും വെള്ളവും ഉപയോഗിച്ചോ കൈകൾ ഇടയ്ക്കിടെ ശുചിയാക്കണം. മുഖത്ത് സ്പർശിക്കരുത്. പൊതുസ്ഥലത്താണെങ്കിൽ ജനക്കൂട്ടത്തിൽ നിന്നും അകന്നു നിൽക്കണം. പ്രതിരോധശേഷി കുറയ്ക്കുന്ന പകർച്ചപ്പനിയുടെ കാലം കൂടിയായതിനാൽ ഫ്ലൂ വാക്സിൻ നിർബന്ധമായും എടുക്കണമെന്നും ആരോഗ്യ വിഭാഗം ഓർമ്മിപ്പിച്ചു. ഗർഭിണികൾ, 55 വയസ്സിന് മുകളിലുള്ളവർ, ഗുരുതര അസുഖമുള്ളവർ, ചെറിയ കുട്ടികൾ എന്നിവർ പുറത്തു പോകുന്നത് ഒഴിവാക്കണമെന്നും നിർദ്ദേശമുണ്ട്. കോവിഡ് മുക്തനായിട്ടുള്ളവരാണെങ്കിൽ പതിവായി വ്യായാമം ചെയ്യാൻ മറക്കരുത്. നിരീക്ഷണ കാലാവധി കഴിഞ്ഞെങ്കിലും ശ്വാസകോശം പൂർവ്വസ്ഥിതിയിലാകുന്നതിന് മുൻപ് മറ്റു വൈറസും ബാക്ടീരിയകളും പിടിപെടാൻ സാധ്യതയുണ്ട്. മാളിലും തീം പാർക്കിലും മറ്റ് ഇൻഡോർ വിനോദ കേന്ദ്രങ്ങളിൽ പോകുന്നവരും അതീവ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യ വിദഗ്ധർ ഓർമ്മിപ്പിച്ചു. പ്രതലങ്ങളിൽ തൊട്ട ശേഷം മുഖത്ത് സ്പർശിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. സൗകര്യമുള്ള സ്ഥലങ്ങളിൽ പോലും നഗരസഭ ബാർബിക്യൂ അനുവദിച്ചിട്ടില്ല. അനധികൃതമായി ബാർബിക്യൂ ചെയ്താൽ നിയമ നടപടി നേരിടേണ്ടി വരും. നിയമം ലംഘിച്ച് പൊതു സ്വകാര്യ സ്ഥലങ്ങളിൽ ഒത്തുചേർന്നവർക്കെല്ലാം പിഴയുണ്ട്. ആതിഥേയന് 10,000 ദിർഹവും അതിഥികൾ ഓരോരുത്തർക്കും 5,000 ദിർഹവുമാണ് പിഴ. ആരോഗ്യ സുരക്ഷാ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കാതിരുന്നാൽ 2,000 ദിർഹവും, പൊതുസ്ഥലങ്ങളിൽ മാസ്ക് ധരിക്കാതിരുന്നാൽ 3,000 ദിർഹവും, കുടുംബാംഗങ്ങളല്ലാതെ 3 പേർ വാഹനത്തിൽ കയറിയാൽ 3,000 ദിർഹവും പിഴയുണ്ട്. കൂടുതൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അവ ഇതൊക്കെയാണ്: 2 മീറ്റർ അകലം പാലിക്കുക. ഭക്ഷണമോ മറ്റു വസ്തുക്കളോ കൈമാറ്റം ചെയ്യാതിരിക്കുക. പള്ളിയിൽ പോകുന്നവർ സ്വന്തം വിരിപ്പ് കൊണ്ടുപോവുക. മരുഭൂമിയിൽ ബാർബിക്യൂ ചെയ്യുന്നവർ സാധനങ്ങൾ കൈമാറാതിരിക്കുക. മരുഭൂമിയിൽ കൂടാരം ഒരുക്കുമ്പോഴും 2 മീറ്റർ അകലം പാലിക്കുക. സ്വന്തം ആവശ്യത്തിനുള്ള വസ്തുക്കൾ സ്വയം കരുതുക. സോപ്പും വെള്ളവും സാനിറ്റൈസറും ആവശ്യത്തിന് കരുതുക. പൊതുസ്ഥലങ്ങളിലെ വസ്തുക്കൾ ഉപയോഗിക്കേണ്ടി വരുമ്പോൾ സുരക്ഷ ആവർത്തിച്ച് ഉറപ്പുവരുത്തുക. കരയിലാണെങ്കിലും കടലിലാണെങ്കിലും 2 മീറ്റർ അകലം പാലിക്കുക. തുമ്മുകയോ ചുമയ്ക്കുകയോ ചെയ്യുമ്പോൾ ടിഷ്യൂ കൊണ്ടോ കൈമുട്ടുകൊണ്ടോ മറയ്ക്കുക. അടുത്ത ബന്ധുക്കളെ മാത്രം സന്ദർശിക്കുക. കോവിഡ് രൂക്ഷമായ സ്ഥലങ്ങളിൽ നിന്നുള്ളവരാണെങ്കിൽ സന്ദർശനം ഒഴിവാക്കുക. ന്യൂസ് ഡെസ്ക്, പ്രവാസി മലയാളി.